മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇത് രണ്ടാം തവണയാണ് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. 19/2/2025 ഇവിടെ സാക്ഷ്യം പറയാനൊന്ന് വന്നതാണ്. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാതെ തിരിച്ചു പോയതാണ്. അതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനോടും ഞാൻ യൂട്രസ് ഇറങ്ങി വരുന്ന അസുഖം ഉണ്ടായിരുന്നു. ഒരു 4-5 വർഷമായിട്ട് ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്നും സാധിക്കാനായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിക്കഴിയുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് വയറെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ യൂട്രസ് എവിടെയാണോ ഇരുന്നത് അവിടെ അമ്മ മാതാവ് കയറ്റിവിട്ടു. എനിക്ക് അസുഖമില്ല, സുഖപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. എങ്കിലും ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് പരിശോധിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തതിൽ എനിക്കൊരു കുഴപ്പമില്ല, സുഖപ്പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു 10-25 വർഷമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ, അത് തിളയ്ക്കുന്ന പോലെയുള്ള ചൂടുവെള്ളത്തിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. പച്ചവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങാനും കുളിച്ചാൽ എനിക്ക് എളി ഇറങ്ങി താഴോട്ട് പോകുന്ന പോലെ ശകലം പോലും നടക്കാൻ പറ്റുകയില്ലായിരുന്നു. ഞാൻ ഇവിടെ ഒരു സഹോദരൻ സാക്ഷ്യം പറയുന്നത് കേട്ടു. ഉടമ്പടി ഉപ്പിട്ട് പച്ചവെള്ളത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് കുളിച്ചു. അത് പിന്നെ ജലദോഷമോ സഹോദരൻ്റെ ഒരസുഖവും വന്നില്ലെന്ന്. അന്ന് തുടങ്ങി ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി വെള്ളത്തിൽ കുരിശ് വരയ്ക്കും. എന്നിട്ട് നന്നായിട്ട് എൻ്റെ കൈ കൊണ്ട് കലക്കും. ഞാൻ വിശ്വാസപ്രമാണം ചെല്ലുന്നത് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചാണ്. അതിൽ പിന്നെ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. ഏത് തണുപ്പിലും എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാം. ഞങ്ങൾക്ക് ഒരു പുതിയ ഭവനം വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം തന്ന് അമ്മ മാതാവെ അനുഗ്രഹിച്ചു. ആ ഭവനത്തിൻ്റെ താക്കോല് ഇവിടെ കൊണ്ടുവന്ന് അമ്മ മാതാവിൻ്റെ സന്നിധി കാണിച്ച ശേഷമേ ആ ഭവനത്തിൽ കയറുകയുള്ളെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ താക്കോല് അമ്മ മാതാവിന് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ അമ്മ മാതാവിനെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം പറമ്പിൽ വിറകെടുക്കാൻ ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ ഒരു വിറകിങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ പൊക്കത്തിലൊരു ചില്ലിക്കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പ് വന്ന് തെറിച്ച് എൻ്റെ ഇടത് കണ്ണിൽ ഭയങ്കര വേദന, ഇടത് കണ്ണിട്ടാണ് വന്ന് അടിച്ചത്. എന്നിട്ട് ഞാനോർത്ത് കണ്ണ് പൊട്ടിപ്പോയായിരിക്കുന്നു. ഞാനൊരു തരത്തിൽ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ അന്നത്തെ ഉടമ്പടി ആരാധന കൂടിക്കഴിഞ്ഞാണ് 11/2/2025 നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന കൂടിയാണ് ഞാൻ വിറകെടുക്കാൻ പോയത്. അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി എനിക്ക് ശകലം പോലും കിടക്കത്തില്ലായിരുന്നു. ഈ ഇടതുവശത്ത് തലയുടെ പകുതി കണ്ട് ഭയങ്കര തലവെട്ടലും പല്ലിന് വരെ വേദനയായിരുന്നു, കഴുത്ത് വരെ എനിക്ക് വേദനയായിരുന്നു ആ വിറകടിച്ചിട്ട്. പിറ്റേ ദിവസം ഞാൻ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പം രാവിലെ ഉടമ്പടി പ്രാർത്ഥന 11/2 വീണ്ടും റിപ്പീറ്റ് വെച്ച് കൂടിക്കൊണ്ടിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഓടി വന്ന് മുട്ടുമ്മേ നിന്ന് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ രോഗമുള്ളിടത്തെല്ലാം ഞാനല്ല ഈശോയാണ് നിങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കണം. രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകളല്ല പരിശുദ്ധ അമ്മയുടെ കൈകളാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ രോഗമുള്ളിടത്തെല്ലാം കൈകൾ മാറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കൈകളല്ല പരിശുദ്ധ അമ്മയുടെ കൈകളാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ കണ്ടമാനം വീർത്താണ് ഇരുന്നത്. എന്നോട് ഹോസ്പിറ്റലിൽ പോകാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞതാണ്. എന്നിട്ട് ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കണ്ണ് സാധാരണ രീതിയിലും എൻ്റെ വേദന, എൻ്റെ തലവേദന, എൻ്റെ പല്ലുവേദന എല്ലാം ആ സെക്കൻഡിൽ തന്നെ എനിക്ക് മാറിക്കിട്ടി. എനിക്ക് ഈ ബ്ലഡ് എൻ്റെ മുറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 25 വർഷത്തോളമായി ബ്ലഡ് എനിക്ക് ക്ലോട്ട് ചെയ്യില്ല. ബ്ലഡ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും എപ്പം മുറിഞ്ഞാലും. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തൊക്കെ കൈ ഇങ്ങനെ ഒടിഞ്ഞതാണ്. അന്നേരപ്പൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കൈ ഒടിഞ്ഞതാണ്. അന്നേരപ്പൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു അവർ നമ്മളെ ഒബ്സർവേഷൻ കഴിഞ്ഞു റൂമിൽ കൊണ്ടുവന്ന് കിടത്തി കഴിയുമ്പം ഈ ബ്ലഡ് ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തുനിന്ന് ചീറ്റി തെറിക്കും. ആദ്യത്തെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പം
ചീറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് കാണാൻ അറിയില്ലായിരുന്നു ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടാകിയാലെന്നുള്ള കാര്യം. അന്ന് പിന്നെ ഓടി വന്നു, ഡോക്ടേഴ്സ് ഓടി വന്നു, ഒത്തിരി പാടൊക്കെ വെച്ച് കെട്ടിയാണ് ആ ബ്ലഡ് അന്ന് നിർത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ എപ്പം കൈ മുറിയുവോ എന്ത് ചെയ്താലും എൻ്റെ ബ്ലഡ് നിൽക്കില്ല. അതിൻ്റെ അടിയിലായിട്ട് ഞാൻ മുറിവിൻ്റെ അടിയിലായിട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി വെച്ചേച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ടൊരു 3-4 ദിവസം കഴിയാതെ ഞാൻ ആ മുറിവ് തൊടില്ല. കാരണം എന്നെ ഞാൻ തൊട്ട് പോയാൽ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ രണ്ടാമത് വീണ്ടും ഓപ്പറേഷൻ ചെയ്തപ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റി. അപ്പോൾ ഭർത്താവിന് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ബ്ലഡ് ചീറ്റിയത് ഓർമ്മയുള്ളതുകൊണ്ട് എന്നെ കൊണ്ടുവന്ന് കിടത്തിയത് ആദ്യം നോക്കിയത് എങ്ങനെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടോന്നാ. അപ്പം ബ്ലഡ് ചീറ്റുന്നുണ്ടായിരുന്നു. ഉടനെ ഓടിച്ചെന്ന് അത് കണ്ടമാനം സമയത്തേക്ക് അങ്ങ് ചീറ്റിക്കൊണ്ടിരിക്കും. ബ്ലഡ് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. എത്ര അകലേക്കാണ് പോകുന്നതെന്നറിയില്ല. എന്നിട്ട് ഉടനെ തന്നെ ഡോക്ടേഴ്സ് വന്നു പാട് കെട്ടി. ആ പാടെല്ലാം മാറ്റും, പിന്നെ അടുത്ത പാട് കെട്ടും. അങ്ങനെയാണ് ബ്ലഡ് നടന്നത്. 1 വർഷമായി എൻ്റെ കൈ മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബ്ലഡ് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, വേഗം ഓടിച്ചെന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മുറിഞ്ഞ ഭാഗത്ത് പുരട്ടി. എന്നിട്ട് ഉടമ്പടി തൈലം എടുത്ത് ആ മുറിഞ്ഞ ഭാഗത്ത് പുരട്ടി. എന്നിട്ട് ഞാൻ കഴിഞ്ഞ് പിന്നെ ശകലം പോലും ബ്ലഡ് വന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ മുറിവ് എൻ്റെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നു. പിന്നെ ബ്ലഡേ വന്നിട്ടില്ല, മുറിവ് കരിയുകയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ ഈ സാക്ഷ്യത്തിൽ എഴുതിയിട്ടില്ല. എഴുതാത്ത കാര്യങ്ങൾ എനിക്ക് എമ്പടി അനുഭവം തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ തിളച്ച വെള്ളം ചാടി. അന്നേരം കറണ്ട് പോയി. തിളച്ച വെള്ളം ഞാൻ കുടിവെള്ളപ്പാത്രത്തിലേക്ക് ഒഴുകുമായിരുന്നു. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇനി എന്നെ മുറിയിലാണല്ലോ തൈലം ഇരിക്കുന്നത്, എങ്ങനെ പോയി തൈലം എടുത്തുകൊണ്ട് വരും? എനിക്ക് ഉടമ്പടിക്കാശ് രൂപമില്ലാതെ ഒരു സെക്കൻഡ് പോലും നടക്കത്തില്ല. അപ്പം ഞാൻ വേഗം ഉടമ്പടിക്കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുവരെ നീറ്റലുണ്ടായിരുന്ന എൻ്റെ കൈ പെട്ടെന്ന് കൂളാവുകയും ഒരു ശകലം പോലും തിളച്ച വെള്ളം ചാടിയെന്ന് പറയുകയില്ല, പച്ചവെള്ളം ചാടിയതുപോലെ കൈക്കൊരു പൊള്ളലോ കൈക്ക് ഒരു വേദനയോ ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല. പൊള്ളിയ കയ്യാന്ന് പറയുകയില്ല, അതുപോലെയായിരുന്നു. പിന്നെ ഈ ഇടത് കൈയുടെ നടുക്കലത്തെ വിരൽ ഒരു 3-4 ദിവസം ഭയങ്കര വേദന. അപ്പോഴൊക്കെ ഞാൻ തൈലം പുരട്ടിയില്ല. അത് കഴിഞ്ഞ് സഹിക്കവയ്യാത്ത വേദന വന്നപ്പോൾ ഇത് പറഞ്ഞാൽ ഓടിപ്പോയി ഞാൻ തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. കൈവിരലിൻ്റെ അറ്റം നന്നായിട്ട് ഉയർത്താണ് ഇരുന്നത്. തൈലം ഞാനങ്ങ് പുരട്ടി ആ സെക്കൻഡിൽ തന്നെ എൻ്റെ വേദനയും പോയി. പിന്നെ ആ വീർത്ത കൈ സാധാരണ കൈ പോലെ ചുരുങ്ങി വന്നു. ഇത്രയും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് നന്ദി ഞാൻ പറയുന്നു. ഇവിടെ ഞാൻ 19/2 അന്ന് 25 സാക്ഷ്യം പറയാൻ വന്നതായിരുന്നു. എന്നിട്ട് ഞാൻ പോയെന്ന് പറഞ്ഞല്ലോ. അന്ന് എനിക്ക് എൻ്റെ ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. വേദനയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. 2-3 ദിവസമായിട്ട് കിടക്കാനോ ഇരിക്കാനോ ഒരു സൈഡ് വെച്ച് തന്നെ കിടക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെക്കുവോ അമ്മ മാതാവിനോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ എനിക്ക് ആ വേദന ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അമ്മ മാതാവ് നന്നായി ഏറ്റെടുത്തു, അത് എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പത്രം എല്ലാവർക്കും അക്രൈസ്തവർക്കാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത്. ഞാൻ ചെല്ലാൻ അവർ നോക്കിയിരിക്കും, എന്തിനാ ഈ മാസം പത്രമായിട്ട് വരാതിരുന്നതെന്ന് ചോദിച്ച്. അങ്ങനെ എല്ലാവർക്കും ഞാൻ അക്രൈസ്തവർക്ക് കൂടുതലും കൊടുക്കും. ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കും, ഓട്ടോക്കാർക്ക് കൊടുക്കും, കടവഴി കൊടുക്കും. എനിക്കാണെങ്കിൽ ഒരു നാണവും ഇല്ല. പത്രം കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എല്ലാവർക്കും കൊടുക്കും. പിന്നെ വഴി കിടന്ന് എനിക്ക് ചെളി പിടിച്ച പത്രം കിട്ടും. ആ പത്രം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി ഞാൻ ആ പത്രം കൊടുക്കും. എനിക്ക് ആരെപ്പം കൃപാസനം പത്രം തന്നാലും ഞാൻ ആ പത്രം സന്തോഷത്തോടു കൂടി മേടിക്കും. അപ്പോൾ അവർ പറയും, ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ മേടിക്കാമെന്ന്. ഞാൻ ആ പത്രം വന്നിട്ട് വേറെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. എൻ്റെ കയ്യിൽ ആ പത്രമുണ്ട്, ഞാൻ വായിച്ചതുമായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ ആ പത്രം മേടിച്ചിട്ട് മറ്റുള്ളവർക്ക് വീണ്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പിന്നെ മൊബൈലിൽ നിന്ന് യൂട്യൂബിൽ നിന്നും അച്ഛൻ്റെ ധ്യാനവും രാവിലെയുള്ള ഡെയിലി ബ്രെഡ് സാക്ഷ്യങ്ങളെ ഇതെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തല്ല, ഞങ്ങളുടെ അടുത്ത ഒരു മാനസിക രോഗികളെ നോക്കുന്ന ഒരു മരിയാലയം എന്നാണ് അതിൻ്റെ പേര്.
അവിടെ പോയി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ആ മാനസിക രോഗികളെ കുളിപ്പിക്കും. എനിക്കൊരു അറപ്പമൊന്നും തോന്നാറില്ല. എൻ്റെ സ്വന്തം അമ്മേനെ കുളിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അവരെ കുളിപ്പിക്കും. കാരുണ്യപ്രവർത്തിയായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പൈസ രൂപകളൊക്കെ കൊടുത്ത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കും. പിന്നെ ആത്മീയതയിൽ എനിക്ക് വിശുദ്ധ ബലിയിൽ അത്രയ്ക്ക് എനിക്ക് വയ്യെങ്കിൽ മാത്രമേ ഞാൻ വിശുദ്ധ ബലി വല്ല പനി വന്ന് കൂടി തീർത്ത് വയ്യെങ്കിൽ മാത്രമേ പോകാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പോയി പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. എനിക്ക് ഇത്രയും വലിയ കൃപ തന്ന എൻ്റെ പരിശുദ്ധ അമ്മച്ചിക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. 2 സാമുവേൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സാലി സണ്ണി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. സഹോദരി പറഞ്ഞ ഓരോ സാക്ഷ്യവും വളരെ ഗൗരവമുള്ളതായിരുന്നു. നിങ്ങൾ പറയുന്നുണ്ട് കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച്. അത് ആതുരാലയങ്ങളിൽ, അനാഥാലയങ്ങളിൽ, വൃദ്ധമന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, സ്വന്തം അമ്മയെപ്പോലെ കണ്ടവർക്ക് വേണ്ട ദേഹശുദ്ധി വരുത്തുവാനൊക്കെ ഞാൻ ഇപ്പോഴും സന്മനസ്സോടെ തീഷ്ണതയോടുകൂടി ഞാൻ പോകുമായിരുന്നു. കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ ഒരിക്കലും ഞാൻ പിന്നോട്ട് പോവില്ല. എന്തൊക്കെ ചെയ്തു കൊടുക്കാനാകുമോ ചെയ്തു കൊടുക്കാനാവുന്നത് മുഴുവനും നല്ല മനസ്സോടെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ കൃപാസനം പത്രം അത് വിശ്വാസ കൈമാറ്റമാണെന്ന ബോധ്യത്തോടുകൂടി, ഈശോയെ കൈമാറുന്നുവെന്ന ബോധ്യത്തോടുകൂടി സന്തോഷത്തോടെ അത് കൈമാറുവാൻ വേണ്ടി ഞാൻ എപ്പോഴും തയ്യാറെടുത്ത് ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. എപ്പോഴും ഞാനത് കൊടുത്തുകൊണ്ടിരിക്കും. ആരിൻ്റെ കയ്യിൽ തന്നാലും അത് കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനുള്ള അവസരമായി ഞാനതിനെ കാണുമായിരുന്നുവെന്ന്. അതുപോലെ ഡെയിലി ബ്രെഡ് ആവർത്തിച്ച് കേൾക്കുന്നതിനെക്കുറിച്ച്, ഉടമ്പടി ധ്യാനം മുടങ്ങാതെ ആവർത്തിച്ച് കേൾക്കുന്നതിനെക്കുറിച്ച്, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തൻ്റെ ജീവിതത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച്, ആ ഡെയിലി ബ്രെഡിൽ ഒരു ദിവസം അച്ഛനതൊരു പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് കണ്ണിൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായി മാറിയതെന്ന് സഹോദരി പറയുന്നുണ്ട്. അച്ഛനതിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് രോഗമുള്ള ഇടങ്ങളിൽ നിങ്ങൾ കരങ്ങൾ വെച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണം നേടി പ്രാർത്ഥിക്കുവാൻ പറയുന്നു. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അത് ശാരീരിക രോഗസൗഖ്യമായി മാറുന്നുവെന്ന്. ഈശോ സൗഖ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിൻ്റെ കരങ്ങളാണ് രോഗമുള്ള ഇടങ്ങളിൽ നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ടാണ് അച്ഛൻ സന്ദേശം കൈമാറിയതെന്ന് സഹോദരി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം അത്ഭുത രോഗസൗഖ്യങ്ങളുടെ, ഉടനടി ദൈവിക ഇടപെടലുകളുടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നാളുകളായി ലഭിക്കാത്തത് നിമിഷ നേരം കൊണ്ട് നമുക്ക് അനുവദിച്ച് തരുന്നതിൻ്റെ, എത്ര പഴയ ഹിസ്റ്ററിയുള്ള രോഗാവസ്ഥകളിൽ പോലും നിമിഷ നേരം കൊണ്ട് പൂർണ്ണമായ സൗഖ്യം നൽകി പുതിയ ജീവിതം നമുക്ക് കൈമാറുന്ന നമുക്ക് പ്രാർത്ഥന ആത്മീയ പദ്ധതിയാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനാവും. ഉടമ്പടിയിലേക്ക് എത്ര എളിമപ്പെട്ടും വിശ്വാസത്തോടും നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവോ, അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ ക്ലേശങ്ങളിലും, അതിൻ്റെ എല്ലാ രോഗങ്ങളിലും, അതിൻ്റെ എല്ലാ തകർച്ചകളിലും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ കൂടെ നിൽക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മകളുടെ ഓരോ ദൈവാനുഭവത്തിനും രോഗസൗഖ്യത്തിനും ജീവിത വിഷയങ്ങൾക്ക് ലഭിച്ച നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാനിവിടെ പറയുകയാണ്. ഞാൻ 2022 ഇവിടെ ഉടമ്പടി എടുത്തതാണ്. ഇതുവരെ ഉടമ്പടി ജീവിതമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അമ്മ മാതാവ് ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട്, ഒന്നും തരാതിരുന്നിട്ടില്ല. ഇപ്പം എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്ത് സ്കിന്നെ മുഴുവൻ കുഷ്ഠരോഗം പോലത്തെ ഒരു രോഗം. അത് വൈഫിനെയും കൊച്ചിനെയും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു. കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മേ ആൾക്കാരുടെ മുമ്പിൽ എന്നെ വെറുക്കാൻ ഇടവരുത്തരുതേ അമ്മ മാതാവേ, അമ്മ എന്നെ ഇവിടെ എത്തിച്ചിട്ട് എന്താണ് എനിക്ക് ഈ അവസ്ഥ വരുത്തിയേക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ സങ്കടത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വൈഫ് വീടിനകം തൂത്തുവാരിയപ്പോൾ 1/2 ബക്കറ്റ് സ്കിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത് തന്നെ ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു കൊടുത്തു. ഡിസംബർ സമയമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ അവിടെ കാണാൻ ഒരു മാർഗ്ഗവും ഇല്ലാഞ്ഞു.
ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതെനിക്ക് ഡോക്ടറെ കണ്ടാലോ മാറുമെങ്കിൽ എനിക്ക് ഉടനെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഓൺലൈനിൽ ഡയറക്റ്റും എനിക്ക് 2 ഡോക്ടേഴ്സിനെ കാണാൻ സാധിച്ചു. അവരെ കണ്ടു. അവരെന്നോട് പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളിക്കുക. അത് രണ്ടും അവിടുത്തെ സാധ്യമല്ല, കാരണം കൊടും തണുപ്പാണ്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വേണ്ടി പോയി. മുടി വെട്ടാൻ ചെന്നപ്പോൾ അവിടുത്തെ ജോലിക്കാർ 2 കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ടാണ് എൻ്റെ തലയിൽ പിടിച്ചത്. അത് കണ്ടപ്പോൾ എൻ്റെ ചങ്കിനകം പൊട്ടി. ഞാൻ ഒരു തരത്തിൽ അവിടെ ഇരുന്ന് അത് ചെയ്യിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ മുറിക്കകത്ത് കയറി കൈ വിരിച്ച് പിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അടുത്ത മാസം മുടിവെട്ടാൻ പോകുമ്പോൾ എൻ്റെ തലയിൽ ഇത് കാണാൻ ഇടവരുത്തരുതേ അമ്മ മാതാവേ എന്ന് പറഞ്ഞു. പിറ്റേ മാസം ഞാൻ മുടിവെട്ടാൻ പോയപ്പോൾ എൻ്റെ തലയിൽ ഒന്നുമില്ല. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ ഈ സ്കിന്നിൻ്റെ ശരീരത്തെ ഇത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് മാറി. എൻ്റെ സ്കിൻ ഇങ്ങനെയായിരുന്നു ആദ്യം ഇരുന്നത്. ഇങ്ങനെയായിരുന്നു വികൃതമായ ഒരു കുഷ്ഠരോഗിയെപ്പോലെ തന്നെയായിരുന്നു ഞാൻ ഇരുന്നത്. ഇത്രയും വികൃതമായിരുന്നു. ഈ സ്കിന്നിൻ്റെ ഡിസീസ് കാരണമായിരുന്നു ഞാൻ ഈ കയ്യിലെല്ലാം ടാച്ചു അടിച്ചിരിക്കുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. കാരണം എനിക്ക് ഞാനവിടെ ഒരു ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുമ്പോൾ വികൃതമായിട്ടിരുന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കയ്യിലെല്ലാം ഈ ടാച്ചു അടിച്ച് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൈയെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി എൻ്റെ അമ്മ മാതാവ് തന്നു. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഞാനൊരു റേഡിയോഗ്രാഫറാണ് ആക്ച്വലി. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് അത്രയ്ക്കും വശമില്ല. എൻ്റെ വൈഫിൻ്റെ ഡിപ്പെൻഡിലാണ് ഞാൻ പോയിരിക്കുന്നത്. വൈഫിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പുള്ളിക്കാർ വരുന്നത് 9:30-ക്കാണ്. കൊച്ചിൻ്റെ സ്കൂൾ ടൈം 8:30. അപ്പോൾ കൊച്ചിനെ സ്കൂളിൽ വിടാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ജോലിയും ആ സമയത്ത് കിട്ടുന്ന ജോലിയില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കിട്ടുന്നില്ല. ഞങ്ങളൊരു ടൗണിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ അടുത്തൊരു കൗൺസിലിൻ്റെ കീഴിലുള്ള ഷോപ്പുകളുണ്ട്. അവിടെ ഒരു മലയാളി സ്റ്റുഡൻറ്റ് ജോലിക്ക് നിൽപ്പുണ്ട്. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു ഇവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ചേട്ടാ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 7:30-ക്ക് ഡ്യൂട്ടിക്ക് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ തരാൻ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഞാൻ ആ കൊച്ചു കാണാതെ വിശുദ്ധ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇവിടെ തന്നെ ജോലി തരണമെന്ന് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല 8 മണിക്ക് എങ്കിലും വരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലൊരു ഐഡിയ തോന്നു, കൊച്ചിൻ്റെ സ്കൂളിൽ ചെന്ന് ചോദിക്കാം എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബുണ്ട്, നിങ്ങളിവിടെ കൊണ്ടേ ആക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടേ ആക്കി. എനിക്ക് തന്നെ ആ ജോലി കിട്ടി. ഇപ്പോൾ ആ സ്ഥാപനം മുഴുവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുവാണ്. ഞാനാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാം. മീന്, പച്ചക്കറി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഇതെല്ലാം ഉള്ള കടയാണ്. എനിക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. തിങ്കൾ തൊട്ട് ശനി വരെ എനിക്ക് ഡ്യൂട്ടിയുണ്ട്. UK ചെയ്യുന്ന ഒരാൾക്ക് പോലും 4 ദിവസത്തിൽ കൂടുതൽ ജോലിയില്ല. എൻ്റെ വൈഫിനേക്കാളും കൂടുതൽ ശമ്പളത്തിൽ ഒരു 3 ലക്ഷം രൂപ മുകളിൽ ഞാൻ ഒരു മാസം ജോലി ചെയ്യുന്നുണ്ട്. കറി വെക്കാനോ പച്ചക്കറി ഒന്നും എനിക്ക് മേടിക്കേണ്ട. പിന്നെ അതിലുപരി എൻ്റെ കൊച്ചിനെ എൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ട് ഇരുത്തി എനിക്ക് ജോലി ചെയ്യാം. വൈഫ് ഡ്യൂട്ടിക്ക് നൈറ്റ് പോകുമ്പോൾ കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടേയാക്കും. ഞാൻ അവളെ അവിടെ ഇരുത്തും. അവൾ പഠിക്കാനുള്ളത് പഠിക്കുകയും എഴുതുകയും ചെയ്യും. ഞാൻ എൻ്റെ ഡ്യൂട്ടി അവിടെ ചെയ്യും. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വീട്ടിലോട്ട് പോകും. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം. എൻ്റെ കൊച്ചിൻ്റെ കയ്യിലൊന്ന് ഞാൻ കൊടുക്കുവാണ്. എൻ്റെ പേര് സേറ. ഞാനിപ്പോൾ 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാണ്. ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ യെസ് നോ എന്നുള്ള വേർഡ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ആയിട്ട് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ മാതാവിനെ വിളിച്ച് പറയും. ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിൽ ടോപ്പാണ്. ഈ ആഴ്ച എൻ്റെ ഹോളി കമ്മ്യൂണായിരുന്നു. ഞാനിപ്പോൾ ഇവിടുത്തെ അച്ഛനോട് ചോദിച്ചു അച്ഛാ എൻ്റെ ഹോളി കമ്മ്യൂണിന് വരുമോയെന്ന്. അച്ഛൻ പറഞ്ഞു അച്ഛന് തിരക്കാന്ന്. പക്ഷേ എന്നെയും പപ്പാനെ അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. പിന്നെ ഞാൻ ഹോളി കമ്മ്യൂണിൻ സ്വീകരിച്ച അപ്പം തൊട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാ കരഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷം കൊണ്ടാണ് കരഞ്ഞതെന്ന്. ഞാനിപ്പോൾ ഈശോനെ സ്വീകരിക്കുമ്പോഴത്തേനും എനിക്ക് ഈശോ എന്നെ വന്ന് നിറയുമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഉറങ്ങാൻ നേരത്ത് ഞാൻ അച്ഛൻ്റെ ദാനം കേട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. അച്ഛൻ ഒരു ഓറഞ്ച് ഗ്രാഫ് ഇട്ടിട്ട് എന്നോട് വന്ന് പറയുന്നത് ഗോഡ് വിൽ ബ്ലെസ് യു എന്ന്. പിന്നെ ഞങ്ങൾ പത്രം കൊടുക്കുമ്പോഴത്തേനും ചില പേരൊന്നും മേടിക്കത്തില്ല. അപ്പം എനിക്ക് സങ്കടമാവും. അപ്പം ഞാൻ പപ്പേനോട് പറയും പപ്പ എനിക്ക് സങ്കടമാവുന്നു. അപ്പം പപ്പ പറഞ്ഞ് സങ്കടപ്പെടണ്ടെന്ന്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ കൊടും തണുപ്പാണേലും 3:30 ആകുമ്പോൾ UK എണീക്കും.
ആ കൊടുന്തണുപ്പത്ത് എണീറ്റിട്ട് മുട്ടയെ നീന്തി സമ്പൂർണ്ണ ജപമാല കാഴ്ചവെക്കും. അത് എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ പറയും, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കാലിൻ്റെ മുട്ട് മുഴുവൻ പൊട്ടി വികൃതമായിട്ടിരിക്കുകയാണ് നീന്തി. പിന്നെ ഞാൻ നാട്ടിൽ വെച്ച് വചനം വായിക്കുന്നത് ഇരുന്നുകൊണ്ടായിരുന്നു. ഇപ്പം ഞാൻ UK ചെന്ന് കഴിഞ്ഞ് മുട്ടയെ നിന്ന് മാത്രമേ വചനം വായിക്കാറുള്ളൂ. അരമണിക്കൂർ വായിക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഓൺലൈനിൽ കൂടും. പിന്നെ പാവപ്പെട്ട രോഗികളെ കണ്ടുപിടിച്ച് ഒരു 20,000 രൂപ എങ്കിലും ഒരു മാസം ഞാൻ അർഹതപ്പെട്ട രോഗികൾക്ക് എത്തിച്ചു കൊടുക്കും. 3 മാസം കൂടുമ്പോൾ ഇവിടുന്ന് പത്രം, 5 കെട്ട് പത്രം, ഇംഗ്ലീഷ് പത്രം ഞാൻ UK അയപ്പിക്കും. ആ പത്രം ഞാനും കൊച്ചും കൂടെ എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കും. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, മോള് അവരോട് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്ത് ഞങ്ങളത് കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കും. നിയമാവർത്തനം അധ്യായം 33 3-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. തൻ്റെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്ത്യത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. നമുക്കറിയാം, ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ്, നമ്മുടെ ഫോർമുല ഇതാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത്. ഇവിടെ സുനോജും ഫാമിലിയും ചെയ്യുന്നത് അത് തന്നെയാണ്. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന ഒരു വലിയ മെസ്സേജാണ്, ഒരു കമാൻഡിങ് ആണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത്. ഈ മകൻ ജോലിയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു നല്ല ജോലിയാണ് മകൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ. മകൾ ഇവിടെ നിന്ന് പോയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ അവൾ സ്കൂളിൽ ടോപ്പറായി. ഇവരുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയാണ് ഉടമ്പടി എടുത്തത് മുതൽ ഇടപെടുന്നത് എന്ന് അദ്ദേഹം ഇവിടെ നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സമ്പത്തുണ്ടായതോ അല്ലെങ്കിൽ ഇവർക്ക് ഐശ്വര്യമുണ്ടായതോ ഒന്നുമല്ല ഇദ്ദേഹത്തിന് ഊന്നി പറയാനുള്ളത്. സൗഖ്യത്തിലൂടെ പരിശുദ്ധ അമ്മ കടന്നു വന്നപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ലഭിച്ചു. ഞാൻ മുട്ടിൽ നീന്തി ജപമാല ചൊല്ലുന്നു. ഞാൻ ജപമാല റാലിക്ക് വേണ്ടി ഞാൻ ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വചനം വായിക്കുന്നത് എപ്പോഴും മുട്ടിൽ നിന്നുകൊണ്ടാണ്. എനിക്ക് കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. അതേ ഒരു പാരമ്പര്യം തന്നെ വിശുദ്ധ കുർബാനയുടെ ഈശോയിൽ നിന്നുള്ള വലിയ പാരമ്പര്യം കുഞ്ഞിന് പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം. കുഞ്ഞിനിന്ന് ആദ്യ കുർബാന സ്വീകരിച്ച അന്ന് മുതൽ ഇന്ന് കുഞ്ഞിൻ്റെ കണ്ണിലൂടെ ധാരധാരയായ കണ്ണുനീരൊഴുകുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ആത്മീയ ആനന്ദമാണ്. പലപ്പോഴും ചിലരെല്ലാം കുർബാന സ്വീകരിക്കും, വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിൽ. ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, മോൾക്ക് എന്താണ് കുർബാന സ്വീകരിച്ചപ്പോഴുണ്ടായ അനുഭവം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറയുമായിരുന്നു, എന്നിലേക്ക് എന്തോ ഒന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു, അതുകൊണ്ടാണ് എനിക്ക് സങ്കടമെന്ന്. കൊച്ചു കുഞ്ഞായതുകൊണ്ട് അവൾക്കത് മനസ്സിലാവുന്നില്ല. ഈശോ ആഴത്തിലേക്ക് ഇറങ്ങി അവളോട് ഇടപെടുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാകാഞ്ഞിട്ടോ എന്തോ. അതാണ് ഈശോ നമ്മിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ആത്മീയ ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. നമുക്കെല്ലാ മക്കളെയും, പ്രവാസികളായിരിക്കുന്നവരെയും, സ്കിൻ ഡിസീസുള്ള എല്ലാ മക്കളെയും ഈ ധ്യാനത്തിൽ ഈ ദിവസം ഇന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെയും ഓൺലൈനിലായിരിക്കുന്നവരെല്ലാം നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.